Hello my dear students, welcome to EduZone, the commerce platform. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ സ്മോൾ ബിസിനസ് എന്ന ചാപ്റ്ററിനെ കുറിച്ചിട്ടാണ്. നമുക്കറിയാം പേരിൽ തന്നെ ഉണ്ട് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഓർ സ്മോൾ ബിസിനസ്, ചെറുകിട വ്യവസായം. What do you mean by small scale industry? A small scale industrial undertaking is defined as one which the investment in fixed asset of plant and machinery does not exceed rupees 1 crore. പ്ലാന്റുകളുടെയും മെഷീനറികളുടെയും സ്ഥിര ആസ്തികളിലെ നിക്ഷേപം 1 കോടി രൂപയിൽ കവിയാത്ത ഒരു ചെറുകിട വ്യവസായ സംരംഭത്തെയാണ് അല്ലെങ്കിൽ ഒരു വ്യവസായ സംരംഭത്തെയാണ് ചെറുകിട വ്യവസായം അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതായത് നമ്മൾ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ മെഷീനറിയും പ്ലാന്റും എല്ലാം ടോട്ടൽ നോക്കുന്ന സമയത്ത് അത് 1 കോടിയിൽ താഴെയാണെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനത്തെ പറയുന്ന പേരാണ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായം എന്ന് അറിയപ്പെടുന്നത്. ചെറുകിട വ്യവസായം. Classification of small scale industry into 2: manufacturing small scale industry and service small scale industry. Manufacturing and service small scale, അതായത് ഉൽപ്പാദന പ്രക്രിയയിലും ചെറുകിട വ്യവസായമുണ്ട്, സേവന പ്രക്രിയയിലും ചെറുകിട വ്യവസായം ഉണ്ട്. ക്ലാസിഫൈഡ് ദ സ്മോൾ സ്കെയിൽ എൻ്റർപ്രൈസ് ഇൻറ്റു 2 എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ. അപ്പോൾ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ദീസ് എൻ്റർപ്രൈസസ് എൻഗേജ്ഡ് ഇൻ ദ മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ബിസിനസ്സിലാണ് അവർ എൻഗേജ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് മാനുഫാക്ചറിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. ഇൻ ദ ഫസ്റ്റ് ഷെഡ്യൂൾ ടു ദ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആക്ട് 1951, 1951 ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്റ്റിൽ പറയുന്ന എൻ്റർപ്രൈസസ് എൻഗേജ് ഇൻ ദ മാനുഫാക്ചർ ഓർ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് സ്പെസിഫൈഡ് ദീസ് ഇൻഡസ്ട്രി കോൾഡ് മാനുഫാക്ചറിങ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി. അതായത് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രിയാണ്. അവർ കുറഞ്ഞ റേറ്റിൽ പ്രൊഡക്ഷനാണ് അവർ ഏറ്റവും കൂടുതൽ നടത്തുന്നത് അവരുടെ ബിസിനസ്സിൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രി അല്ലേ. ഇനി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയെ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3. മൈക്രോ എൻ്റർപ്രൈസസ് ആണ് ഫസ്റ്റ് വൺ. മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഡസ് നോട്ട് എക്സീഡ് 25 lakh, 25 ലക്ഷത്തിൽ കുറയാത്ത അല്ലെങ്കിൽ അതിൽ കൂടുതൽ വരാതെ മിനിമം 25 ലക്ഷത്തിൽ താഴെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്താൽ, പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ 25 ലക്ഷത്തിൽ താഴെ എമൗണ്ട് നിക്ഷേപം വന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത്തരം എൻ്റർപ്രൈസസിനെ പറയുന്ന ബിസിനസ് സ്ഥാപനത്തെ പറയുന്ന പേരാണ് മൈക്രോ എൻ്റർപ്രൈസ്. മൈക്രോ നമുക്ക് പേരിലൂടെ തന്നെ അറിയാം, മൈക്രോ പറഞ്ഞാൽ സൂക്ഷ്മമാണ് അല്ലേ, ഏറ്റവും ചെറിയതാണ്. 1 കോടിയാണ് സ്മോൾ സ്കെയിൽ ബിസിനസ്, പക്ഷേ ഈ 1 കോടിയിൽ 25 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ അത്തരം ബിസിനസ്സിനെ മൈക്രോ എൻ്റർപ്രൈസ് എന്ന് പറയും. മൈക്രോ കഴിഞ്ഞാൽ അടുത്ത എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് സ്മോൾ എൻ്റർപ്രൈസസ് ആണ്. വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ 25 lakh ബട്ട് ഡസ് നോട്ട് എക്സീഡ് 5 crore. അതായത് 25 ലക്ഷത്തിൻ്റെയും 5 കോടിക്കും ഇടയിൽ നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനമാണ് സ്മോൾ എൻ്റർപ്രൈസ്. വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ 25 lakh. 25 ലക്ഷത്തിൽ മുകളിലായിരിക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, പക്ഷേ 5 കോടിക്ക് താഴെയായിരിക്കും. അപ്പോൾ സ്മോൾ എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. മൈക്രോ എൻ്റർപ്രൈസ്, സ്മോൾ എൻ്റർപ്രൈസ്, ഈ 2 കാര്യം പറഞ്ഞു. ഇനി അടുത്തത് നെക്സ്റ്റ് വൺ മീഡിയം എൻ്റർപ്രൈസ്. മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് വേർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ഈസ് മോർ ദാൻ 5 crore ബട്ട് നോട്ട് എക്സീഡ് 10 crore. അതായത് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്തത് 5 കോടിക്ക് മുകളിലും ബട്ട് 10 കോടിക്ക് താഴെയുമായിട്ട് 5 to 10 ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ
അത്തരം ബിസിനസ് സ്ഥാപനത്തെ മീഡിയം എൻ്റർപ്രൈസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈക്രോ എൻ്റർപ്രൈസസ് പറഞ്ഞു ബിലോ 25 lakh. ദെൻ സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് ഏതായിരുന്നു? 25 lakh മുകളിലും 5 കോടിക്ക് താഴെയുമായിട്ട്. അതേസമയം മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് 5 കോടിക്ക് മുകളിലും 10 കോടിക്ക് താഴെയുമായിട്ടുള്ള ബിസിനസ് സ്ഥാപനമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ മാനുഫാക്ചറിങ്ങിൻ്റെ 3 ഐറ്റംസ് പറഞ്ഞു, ഇതിൻ്റെ കീഴിലുള്ള 3 എൻ്റർപ്രൈസസ്. ഓക്കെ, ഇപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തതിൽ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് സർവീസ് ഇൻഡസ്ട്രിയെ കുറിച്ചിട്ടാണ്, സേവനമാണ്. ഹിയർ എൻ്റർപ്രൈസ് എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സർവീസ്, സേവനമാണ് അവർ കൊടുക്കുന്നത്. ദർ ആർ 3 types ഓഫ് എൻ്റർപ്രൈസസ്, സേവനം 3 രീതിയിൽ അവർ കൊടുക്കുന്നുണ്ട്. മൈക്രോ സർവീസ് എൻ്റർപ്രൈസ്, മൈക്രോ സർവീസ് പറയുന്നത് മാനുഫാക്ചറിങ് ആണെങ്കിൽ നോട്ട് എക്സീഡ് 25 lakh ആവുമ്പോൾ, ഇവിടെ സർവീസ് ആവുമ്പോൾ എന്താ പറയണത്? വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ് ഡസ് നോട്ട് എക്സീഡ് 10 lakh, 10 ലക്ഷത്തിൽ താഴെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്ത ബിസിനസ് ആണെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനത്തിന് പറയുന്ന പേരാണ് മൈക്രോ എൻ്റർപ്രൈസ് ഓർ മൈക്രോ സർവീസ് എൻ്റർപ്രൈസ്. മൈക്രോ എൻ്റർപ്രൈസസ് കഴിഞ്ഞാൽ അടുത്തത് സ്മോൾ സർവീസ് എൻ്റർപ്രൈസ്. നമുക്ക് അതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം, വേർ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ് ഈസ് മോർ ദാൻ 10 lakh ബട്ട് നോട്ട് എക്സീഡ് 2 crore. അതായത് സ്മോൾ സർവീസ് എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിന് മുകളിൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തതും എന്നാൽ 2 കോടിക്ക് താഴെയുമാണ്. ഓക്കെ, ചെറുകിട സേവന ബിസിനസ് സംരംഭം എന്ന് പറയുന്നാൽ ചെറുകിട സേവന ബിസിനസ്സിൽ സ്ഥലം, കെട്ടിടം ഒഴികെ പ്ലാന്റ് മെഷീനറികളുടെ സ്ഥിര ആസ്തികളിലെ നിക്ഷേപം 10 ലക്ഷം കവിയുന്നതും 1 കോടിക്ക് താഴെയുമായാൽ അത്തരം സ്ഥാപനം സ്മോൾ സർവീസസ് എൻ്റർപ്രൈസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മൈക്രോ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് 2 ലക്ഷത്തിൽ കവിയാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സ്മോൾ എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് 10 ലക്ഷത്തിനും 2 കോടിക്കും ഇടയിലെന്നും. ഇനി നമുക്ക് മീഡിയം എൻ്റർപ്രൈസസിനെ കുറിച്ചിട്ട് പറയാം. മീഡിയം എൻ്റർപ്രൈസസ് എന്ന് പറയുന്നത് വേർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എക്യുപ്മെൻറ്റ്സ് ഈസ് മോർ ദാൻ 2 crore ബട്ട് നോട്ട് എക്സീഡ് 5 crore. 2 കോടിക്ക് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ 5 കോടിക്ക് താഴെയും 2 കോടിക്ക് മുകളിലും ഉള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ബിസിനസ് ആണെങ്കിൽ അത്തരം ബിസിനസ് സ്ഥാപനത്തെ അറിയുന്നത് മീഡിയം സർവീസ് എൻ്റർപ്രൈസസ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്ന് പറഞ്ഞു. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, മാനുഫാക്ചറിങ് ലെവലിലും സർവീസ് ലെവലിലും. മാനുഫാക്ചറിങ് ലെവലിൽ അഗെയിൻ ക്ലാസിഫൈഡ് ഇൻറ്റു 3: മൈക്രോ എൻ്റർപ്രൈസ്, സ്മോൾ എൻ്റർപ്രൈസ് ആൻഡ് മീഡിയം എൻ്റർപ്രൈസ്. അതുപോലെ തന്നെ സെയിം പർപ്പസിൽ സേവനം മാത്രം കൊടുക്കുന്ന ബിസിനസ് സ്ഥാപന എൻ്റർപ്രൈസസിനെ 3ആയിട്ട് വീണ്ടും ക്ലാസിഫൈ ചെയ്തു: മൈക്രോ സർവീസ് എൻ്റർപ്രൈസസ് ആൻഡ് സ്മോൾ എൻ്റർപ്രൈസസ്, ദെൻ ലാസ്റ്റ് വൺ മീഡിയം എൻ്റർപ്രൈസ്. അടുത്തത് നമുക്ക് വില്ലേജ് ഇൻഡസ്ട്രി എന്താണെന്ന് പറയാം. വില്ലേജ് ഇൻഡസ്ട്രീസ്, ഇറ്റ് ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എനി ഇൻഡസ്ട്രീസ് ലൊക്കേറ്റഡ് ഇൻ എ റൂറൽ ഏരിയ വിച്ച് പ്രൊഡ്യൂസസ് എനി ഗുഡ്സ്, റെൻഡേഴ്സ് എനി സർവീസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് പവർ. അതായത് ഇലക്ട്രിസിറ്റി, വൈദ്യുതി ഉപയോഗിച്ചോ അല്ലാതെയോ ഗ്രാമീണ മേഖലയിലെ ഏതെങ്കിലും വ്യവസായം അല്ലെങ്കിൽ ഉൽപ്പാദനത്തെ പറയുന്ന അത്ര ഇൻഡസ്ട്രിയാണ് വില്ലേജ് ഇൻഡസ്ട്രി. ഇറ്റ് ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് പെർ വർക്കർ ഡസ് നോട്ട് എക്സീഡ് 50,000. അതായത് ഇത് സേവനം നൽകുന്നത് കൂടാതെ ഓരോ തലക്കും സ്ഥിര മൂലധന നിക്ഷേപം 50,000-ൽ കവിയാൻ പാടില്ല. ഓക്കെ, ഫ്രം ടൈം ടു ടൈം. അതായത് ഗവൺമെൻറ്റിൻ്റെ ഓർഡർ പ്രകാരം അവിടെയുള്ള ഓരോ എംപ്ലോയിക്കും പെർ ഹെഡ് 50,000-ന് മുകളിലാവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതായത്
ഗ്രാമീണ വ്യവസായം എന്ന് പറയുന്നത് ഗ്രാമീണ മേഖലയിലെ ഏതെങ്കിലും വ്യവസായം അല്ലെങ്കിൽ ഏതെങ്കിലും ചരക്ക് ഗുഡ്സ് പ്രൊഡക്ഷൻ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും അത് വൈദ്യുതി ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചോ ഉപയോഗിക്കാതെയോ ഉണ്ടാക്കുന്ന അപ്പം മെഴുകുതിരി പപ്പട ബിസിനസ്സൊക്കെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കുന്നുണ്ടെങ്കിലും മുമ്പൊക്കെ ആ രീതിയിലായിരുന്നു പോയിരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചിട്ടോ അല്ലാതെയോ ബിസിനസ് സ്ഥാപനം നടത്തുക പെർ ഹെഡ് 50,000 കവിയാതിരിക്കുക. ക്ലിയർ? അത്തരം ബിസിനസ് സംരംഭമാണ് ഗ്രാമീണ വ്യവസായം എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കോട്ടേജ് ഇൻഡസ്ട്രി എന്താണെന്ന് പറയാം. കോട്ടേജ് ഇൻഡസ്ട്രി നമുക്കിപ്പോൾ പലരും കേട്ടിട്ടുണ്ടാവും കുടിൽ വ്യവസായം അല്ലേ. കോട്ടേജ് ഇൻഡസ്ട്രി മീൻസ് കുടിൽ വ്യവസായം. കോട്ടേജ് ഇൻഡസ്ട്രി means there are not defined on the basis of capital investment. ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ആ ബേസിസിൽ അവരെ ഒരിക്കലും ക്ലാസിഫൈ ചെയ്യാൻ പറ്റില്ല. അവർക്ക് പ്രത്യേക ഫീച്ചേഴ്സ് ഉണ്ട് കോട്ടേജ് ഇൻഡസ്ട്രിക്ക്, കുടിൽ വ്യവസായത്തിന്. ഫസ്റ്റ് വൺ, സിമ്പിൾ എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ്. അതായത് ഏറ്റവും ലളിതമായ ഉപകരണങ്ങളാണ് അവർ ഉപയോഗിക്കുന്നത് കുടിൽ വ്യവസായത്തിലൊക്കെ. വലിയ വലിയ മെഷീനറികൾ ഉപയോഗിക്കൽ കുറവാണ്. ദെൻ ഓർഗനൈസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വിത്ത് പ്രൈവറ്റ് റിസോഴ്സ്. അതായത് അവരുടെ പ്രൈവറ്റായിട്ടുള്ള ഉപകരണങ്ങൾ അവരുടെ സ്വന്തം കാര്യങ്ങൾ പ്രാദേശികമായി ലഭ്യമാക്കുന്ന കഴിവുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദെൻ ഫാമിലി ലേബർ ആൻഡ് ലോക്കലി അവൈലബിൾ ടാലൻറ്റ് ഈസ് യൂസ്ഡ്. അവിടെ ആ പരിസരത്തുള്ള അറിയുന്ന ആളുകളും അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലെ മെമ്പേഴ്സ് തന്നെയായിരിക്കും അവിടുത്തെ എംപ്ലോയീസ്. ദാറ്റ് ഈസ് അനദർ ഫീച്ചർ. ദെൻ സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കുറഞ്ഞ മൂലധനം അവർക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ദെൻ പ്രൊഡ്യൂസ് സിമ്പിൾ പ്രോഡക്റ്റ്. സാധാരണ സിമ്പിളായിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. കാരണം അത്യാവശ്യം ടെക്നോളജി ഇല്ലാത്ത ഒരു സാധാ മെഷീനറി ഒക്കെ ഉപയോഗിക്കുമ്പോൾ സിമ്പിൾ പ്രോഡക്റ്റ് അവർ ഉണ്ടാക്കുകയുള്ളൂ. ഓക്കെ, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് യൂസിങ് ഇൻഡിജീനിയസ് ടെക്നോളജി. അത്തരം പുരാതനപരമായിട്ടുള്ള ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ സിമ്പിൾ എക്യുപ്മെൻറ്റ് ഈസ് യൂസ്ഡ്. കോട്ടേജ് ഇൻഡസ്ട്രീൻ്റെ ഫീച്ചേഴ്സാണ് സിമ്പിൾ എക്യുപ്മെൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഓർഗനൈസ്ഡ് ബൈ ഇൻഡിവിജ്വൽ വിത്ത് പ്രൈവറ്റ് റിസോഴ്സസ് ആണ്. ദെൻ ഫാമിലി മെമ്പേഴ്സ് തന്നെ അതിൻ്റെ ലേബർ അല്ലെങ്കിൽ ലോക്കലി അവൈലബിൾ ടാലൻറ്റഡ് മെമ്പേഴ്സാണ്. സ്മോൾ ക്യാപിറ്റലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ദെൻ സിമ്പിൾ പ്രോഡക്റ്റാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് യൂസിങ് ഇൻഡിജീനിയസ് ടെക്നോളജി. പഴയ ടെക്നോളജി ഉപയോഗിച്ചിട്ടൊക്കെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയെ ഈ രൂപത്തിൽ നടത്തുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവരെ പറയുന്ന പേരാണ് കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായം. ഓക്കെ, അപ്പോൾ കുടിൽ വ്യവസായം എന്ന് പറഞ്ഞത് കുടുംബത്തിലെ മെമ്പേഴ്സ് ഉൾപ്പെട്ട് അല്ലെങ്കിൽ ആ ലോക്കൽ ഏരിയയിലെ മെമ്പേഴ്സ് ആയിരിക്കും അതിലെ എംപ്ലോയീസ്. സിമ്പിൾ പ്രോഡക്റ്റാണ് ഉണ്ടാക്കുന്നത്. ഇൻഡിജീനസ് ടെക്നോളജി അവൈലബിൾ ആണ്. പിന്നെ അതിൽ പറയണത് സിമ്പിൾ എക്യുപ്മെൻറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. സ്മോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇത്തരം സ്ഥാപനമാണ് കോട്ടേജ് ഇൻഡസ്ട്രി ഓർ കുടിൽ വ്യവസായം. അടുത്ത നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതായത് ചെറുകിട വ്യവസായങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണ് നമ്മൾ പറയുന്നത്, ചെറുകിട വ്യവസായത്തിൻ്റെ പ്രശ്നങ്ങൾ. ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻസ് ആണ്, ധനം. അതായത് വൺ ഓഫ് ദ സിവിയർ പ്രോബ്ലം ഫേസ്ഡ് ബൈ SSI ഈസ് ദാറ്റ് ഓഫ് നോൺ അവൈലബിലിറ്റി ഓഫ് അഡ്യൂക്കേറ്റ് ഫിനാൻസ് ടു ക്യാരി ഔട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ. അതായത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ അവരുടെ മതിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ക്യാഷ് അവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതായത് ഒരു ബിസിനസ്സൊക്കെ നമ്മൾ നന്നായിട്ട് ഇറക്കണമെങ്കിൽ അത്യാവശ്യം ക്യാഷ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. പക്ഷേ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അവർ അത്രയും ലോ പ്രൈസ് ലോ കോസ്റ്റ് അല്ലെങ്കിൽ ലോ എമൗണ്ട് കയ്യിലുള്ളതുകൊണ്ടാണ് അത്രയും ചെറിയ ബിസിനസ്. അപ്പോൾ അത് അവരുടെ ബിസിനസ്സിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. ഫസ്റ്റ് പോയിൻ്റാണ് പ്രശ്നങ്ങളാണ് ഫിനാൻസ്. ദെൻ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽ. അസംസ്കൃത വസ്തുക്കൾ വിചാരിച്ച രൂപത്തിൽ അവരുടെ കയ്യിൽ കിട്ടില്ല, ആവശ്യമുള്ള സമയത്ത് കിട്ടാത്തതാണ് രണ്ടാമത്തെ പ്രോബ്ലം.
മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് മാനേജീരിയൽ സ്കില്ലാണ്. കാരണം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയൊക്കെ അവർക്ക് സ്കില്ല് കുറവായിരിക്കും. പല കാര്യങ്ങൾക്കും മാനേജീരിയൽ എബിലിറ്റിയൊക്കെ മാനേജ് ചെയ്യാനും കാര്യങ്ങളൊക്കെ അവർക്ക് കുറവായിരിക്കും. അത്രയും ബാക്ക്വേർഡായിരിക്കും സാമ്പത്തികമായിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്ക് മാനേജീരിയൽ സ്കില്ല് കുറവായിരിക്കും. അതൊരു പ്രോബ്ലമായിട്ട് പറയാം. ദെൻ ഫോർത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ലേബർ, തൊഴിലാളികൾ. പ്രൊഡക്ടിവിറ്റി പെർ ഓരോ എംപ്ലോയീസിൻ്റെയും പ്രൊഡക്ടിവിറ്റി, അവരുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി കുറവായിരിക്കും. കാരണം അത്രയും ഇതായിട്ടുള്ള ആളുകളൊന്നും, എക്സ്പേർട്ടായിട്ടുള്ള ആളുകളൊന്നും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് എംപ്ലോയീസായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. പ്രൊഡക്ടിവിറ്റി പെർ എംപ്ലോയി ഈസ് റിലേറ്റീവ്ലി ലോ and employee turnover is generally high due to low remuneration. It also faces lack of specialization. Then fifth point എന്ന് പറയുന്നത് ക്വാളിറ്റിയാണ്, ഗുണനിലവാരം. Many small business do not follow the desired standard of quality due to shortage of finance and resources. അതായത് പല സ്ഥാപനങ്ങളും നമ്മളിപ്പോൾ ISI മുദ്ര ഒക്കെ നോക്കുന്നത് പോലെ ISI ക്വാളിറ്റി, പിന്നെ ഹോൾമാർക്ക് എംബ്ലമൊക്കെ നോക്കുന്നത് പോലെ പല സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്കൊന്നും ഇതുപോലെ അവരുടെ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ പറ്റില്ല. മെനി സ്മോൾ ബിസിനസ് ഡു നോട്ട് ഫോളോ ഡിസൈഡ് സ്റ്റാൻഡേർഡ് ഓഫ് ക്വാളിറ്റി. Next point, capacity utilization. Many of the SSIs are operate below full capacity due to lack of marketing skill. ഉൽപാദന ശേഷി പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിക്ക് കഴിയില്ല. ഓക്കെ, ഇറ്റ് വിൽ കോസ് ടു ഇൻക്രീസ് ഇറ്റ്സ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ആൻഡ് ലീഡ്സ് ടു സിക്നെസ് ആൻഡ് ക്ലോഷർ ഓഫ് ദി ബിസിനസ്. അതായത് ഇതുകൊണ്ട് തന്നെ ആവശ്യത്തിന് കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ചിലവ് വരും. അതുകൊണ്ട് തന്നെ ബിസിനസ് അല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് പറ്റില്ല. അതൊരു ഫോൾട്ടാണ്. നെക്സ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ടെക്നോളജിയാണ്. മോസ്റ്റ് ഓഫ് ദി SSI യൂസ്ഡ് ഔട്ട്ഡേറ്റഡ് ടെക്നോളജി റിസൾട്ടിങ് ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് അൺഎക്കണോമിക്കൽ പ്രൊഡക്ഷൻ. സാങ്കേതിക വിദ്യയുടെ കുറവ്. മിക്ക സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയും കാലഹരണപ്പെട്ട സാങ്കേതിക വിദ്യയാണ് ഉപയോഗിക്കുന്നത്. അതായത് ഓൾഡായിട്ടുള്ള ടെക്നോളജി, ഓൾഡ് മെഷീനറി, അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റും ലോ ക്വാളിറ്റി പ്രോഡക്റ്റ് ആയിരിക്കും. ഒരുപാട് ചിലവുണ്ടാവും, സാമ്പത്തികമായിട്ട് അവർ നഷ്ടത്തിലാവും. ഇതൊക്കെ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ മറ്റൊരു ഫോൾട്ടാണ്. അടുത്തൊരു പ്രോബ്ലം എന്ന് പറയുന്നത് സിക്നെസ് ആണ്, രോഗാതുരത. അതായത് ഡ്യൂ ടു മെനി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസ് മോസ്റ്റ് ഓഫ് ദ SSIs ആർ ഇൻ ദ എഡ്ജ് ഓഫ് സിക്നെസ്. അതായത് പുറത്തുനിന്നും അകത്തുനിന്നുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാരണം പല ബിസിനസ്സും നല്ല എനർജറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നില്ല. പലതും അങ്ങനെ തള്ളി പോകുന്നേ ഉള്ളൂ, അല്ലാതെ മുന്നോട്ട് പോകാൻ നല്ല രീതിയിൽ നല്ല ടെക്നോളജി ഉപയോഗിക്കാത്തത് കൊണ്ടും പല പ്രശ്നങ്ങൾ കൊണ്ടും ബിസിനസ് എന്നും ഒരു നഷ്ടരൂപത്തിലായിരിക്കും സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി മുന്നോട്ട് പോകുന്നത്. ഡ്യൂ ടു മെനി ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസ് മോസ്റ്റ് ഓഫ് ദി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസ് ആർ നോട്ട് അവൈലബിൾ. അതായത് ആ രീതിയിൽ അസുഖം ബാധിച്ചവരെ പോലെയാണ് മുന്നോട്ട് പോകുന്നത്. ലാസ്റ്റ് പോയിൻ്റ് ഗ്ലോബൽ കോമ്പറ്റീഷൻ, ആഗോള മത്സരങ്ങൾ. അതായത് മോസ്റ്റ് ഓഫ് ദി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഫേസ് കോമ്പറ്റീഷൻ നോട്ട് ഓൺലി ഫ്രം മീഡിയം ആൻഡ് ലാർജ് ഇൻഡസ്ട്രീസ് ബട്ട് ഓൾസോ ഫ്രം മൾട്ടിനാഷണൽ കമ്പനീസ്. സാധാ ഇടത്തരം വ്യവസായങ്ങളിൽ മാത്രമല്ല അവർക്ക് ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മൾട്ടിനാഷണൽ കമ്പനികളൊക്കെ ഈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കുന്നത് കൊണ്ട് തന്നെ അവർക്കാണ് ഏറ്റവും കൂടുതൽ അടിയേൽക്കുന്നത്. ഓക്കെ, അപ്പോൾ മൾട്ടിനാഷണൽ ഗ്ലോബൽ കോമ്പറ്റീഷനാണ്, ഒരു ആഗോള മത്സരങ്ങളാണ് ഇവിടെ ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് നമ്മൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, അതായത് ചെറുകിട വ്യവസായം എന്താണെന്ന് പറഞ്ഞു. ചെറുകിട വ്യവസായത്തെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. ഉൽപ്പാദനവും സേവനവും, മാനുഫാക്ചറിങ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞു. മാനുഫാക്ചറിങ്ങിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തു. മൈക്രോ, മീഡിയം, സ്മോൾ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ട് സേവനത്തെയും സർവീസിനെ അതുപോലെ ക്ലാസിഫൈ ചെയ്തു. പിന്നെ നമ്മൾ ഗ്ലോബൽ ഇൻഡസ്ട്രി വില്ലേജ് ഇൻഡസ്ട്രി അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു. ദെൻ കോട്ടേജ് ഇൻഡസ്ട്രി, കുടിൽ വ്യവസായത്തെക്കുറിച്ചിട്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്താണെന്നും അതിലെ വിവിധ തരം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പറഞ്ഞു.
അതോടൊപ്പം സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട 10 പ്രശ്നങ്ങൾ, അവർ അഭിമുഖീകരിക്കുന്ന 10 പ്രോബ്ലംസ് ഫേസ്ഡ് ബൈ സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി എന്ന ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യാം? ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, ചെറുകിട വ്യവസായം എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവരുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്നതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതോടുകൂടി നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി സെക്കൻഡ് പാർട്ട് എന്ന നിലക്ക് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി, റോൾ ഓഫ് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഇൻ ഇന്ത്യയിൽ ചെറുകിട വ്യവസായത്തിനുള്ള പങ്കിനെ കുറിച്ചിട്ടും ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഗവൺമെൻറ് കൊടുക്കുന്ന സഹായ സഹകരണങ്ങൾ, ഗവൺമെൻറ്റിൻ്റെ പ്രോത്സാഹനങ്ങൾ എന്തൊക്കെയെന്നതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ചിട്ട് നന്നായിട്ട് പഠിക്കുക. ഈ കാണുന്ന ഈ ഗ്രാഫിൽ നമുക്ക് ഇതുവരെ പഠിച്ച ഓരോ ഇൻഡസ്ട്രിയുടെയും സിമ്പിൾ രൂപമാണ്. ഈ ഒരു ഗ്രാഫ് നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമുക്ക് ഈ 8 ഇൻഡസ്ട്രിയെ കുറിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും. ഓരോന്നിൽ ഇറക്കുന്ന എമൗണ്ട് എത്രയാണ്, ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ടൈപ്സ് ഓഫ് ഇൻഡസ്ട്രീസ് നെയിം അതിലുണ്ട്, അതിൽ ഇറക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ഉണ്ട്, ഫീച്ചേഴ്സും ഉണ്ട്. അതുകൊണ്ട് സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗ്രാഫ് നോക്കിയിട്ട് എല്ലാവരും ഒന്ന് പഠിക്കുക. ഈ ഗ്രാഫ് പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൻ്റെ കൺക്ലൂഷനാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ, താങ്ക് യു.